ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ദേശീയ തലത്തിലടക്കം നേതൃമാറ്റത്തിന് BJP ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം JP നദ്ദയുടെ കാലാവധി 5 വർഷം അദ്ദേഹം പൂർത്തിയാക്കി. ഇപ്പോൾ രാജ്യസഭാ മെമ്പർ കൂടിയാണ്. അദ്ദേഹം സ്ഥാനം ഒഴിയുന്നു. ഒപ്പം തന്നെ ദേശീയ തലം മുതൽ ബൂത്ത് തലം വരെയുള്ള പ്രസിഡന്റുമാരുടെ കാലാവധിയും ഡിസംബർ മാസത്തോടെ അവസാനിച്ചിരിക്കുന്നു. കേരളത്തിൽ ആണ് അതിൻ്റെ സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി അംഗത്വ വിതരണം ജൂലൈ മാസത്തിൽ ആരംഭിക്കും. ഏതായാലും ഈ അംഗത്വ വിതരണം അവസാനിച്ചതിന് ശേഷം പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിനോട് വലിയ എതിർപ്പ് ഒരു വിഭാഗത്തിന് ഉയർത്തുന്നുണ്ട്. ഇവർ MD രമേശിൻ്റെ പേര് ഉയർത്തിക്കൊണ്ടുവരാൻ, അത് ഏകകണ്ഠമായി MD രമേശിൻ്റെ പേര് മാത്രം ഉയർത്തിക്കൊണ്ടുവരാനൊരു ശ്രമം നടക്കുന്നു. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ വിഭാഗവും ശക്തിമായ രംഗത്ത് ഉണ്ട്. ഇനി കെ സുരേന്ദ്രൻ വീണ്ടും അധ്യക്ഷ പദവിയിൽ തുടരാൻ കഴിയുമെന്ന് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന വിഭാഗം കരുതുന്നു. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ C കൃഷ്ണകുമാറിനെ, അതായത് പാലക്കാട് സ്ഥാനാർത്ഥിയായിരുന്ന BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ C കൃഷ്ണകുമാറിനെ പ്രസിഡന്റാക്കാനുള്ളൊരു നീക്കവും നടക്കുന്നു. ഏതായാലും അതിൻ്റെ ഒരു നീക്കങ്ങൾ പല വിഭാഗങ്ങൾ വീണ്ടും ഗ്രൂപ്പ് തിരിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുമ്പോട്ട് പോകുന്നു എന്ന് തന്നെയാണ്. കാരണം ഓരോ വിഭാഗവും ആ രീതിയിൽ തന്നെ, കാരണം മുൻപൊക്കെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതും മറ്റുമൊക്കെ സമവായത്തിൽ കൂടെയാണ്. കാരണം ഇതിന് മുൻപ് ജനാധിപത്യ രീതിയിൽ ആയിരുന്നു, വോട്ടെടുപ്പിലൂടെ ആയിരുന്നെങ്കിൽ ഇപ്പോഴത് സമവായത്തിൽ കൂടെയാണ്. ഏതായാലും എല്ലാവരും വളരെ പ്രത്യാശയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് KJP BJP ആയി മാറുമോ എന്ന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.